ഫൂഷി സോനു എന്നാണ് ഇതിൻ്റെ ഓണറുടെ പേര്. ഈവ എന്ന് പറയുന്നതാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി തുടങ്ങിയിരിക്കുന്ന സംഭവമാണ് സൊനോവ ഫൂഷി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യുവാണ്. ഇതാണ് സൈക്കിള്. ഈ സൈക്കിളിലാണ് നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. ഇങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പാടൊക്കെ ഇങ്ങനെ സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ ബിൽഡിങ്സുകളുണ്ട്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇനി നമ്മൾ ശരിക്കും ഒരു കാട്ടിലേക്ക് കയറുന്ന പോലെയാണ്. ഇവിടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട്. ഇവിടെ നിന്ന് വാങ്ങാം. ഇതാണ് ഇതിൻ്റെ തുടക്കം. അപ്പുറം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫുഡ് കഴിക്കുന്ന ഫ്രണ്ട് ഏരിയയിലൊരു സ്ഥലമുണ്ട്. എന്നിട്ട് കണ്ടില്ലേ, ഇനി നമ്മൾ ശരിക്കും നല്ലൊരു കാട്ടിലേക്കാണ് കയറുന്നത്. ഇവിടെ ബെയർ ഫൂട്ടാണ്. ആർക്കും ചെരുപ്പിടാൻ പറ്റത്തില്ല. കണ്ടില്ലേ, എൻ്റെ കാലിലും ചെരുപ്പില്ല. കാരണം ഇവിടുത്തെ റൂളാണ്, വരുന്ന ജസ്റ്റ് ആരും ചെരുപ്പിടരുതെന്ന്. കാരണം ചെരുപ്പിടാതെ പോകാൻ പറ്റുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇവിടുത്തെ മണ്ണും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഇല്ല, വലിയ വലിയ മരങ്ങളാണ് രണ്ട് സൈഡിലും. ശരിക്കും നല്ലൊരു കാട്ടിൽ കൂടി നമ്മൾ പോകുന്ന അതേ എക്സ്പീരിയൻസാണ്. കോഴിയുണ്ട്, മുയലുണ്ട്, അങ്ങനെ ഒരുപാട് ജീവികൾ ഇതിൻ്റെ ഇടയിലുണ്ട്. ഇതിൻ്റെ ഓണർ ശരിക്കും ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് പുള്ളി ശരിക്കും പക്ഷികളും മരങ്ങളും അങ്ങനെയുള്ള ആയുർവേദത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ആളുമാണ്. പുള്ളി ഇപ്പോൾ ഇത് ശരിക്കും വേറൊരാൾക്ക് പർച്ചേസ് ചെയ്തേക്കുക. KCL എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ഇപ്പം ഇത് നടത്തുന്നത്. പക്ഷേ പുള്ളി തനിക്ക് ഇതിൽ പെർസെൻറ്റേജ് ഷെയറുള്ള ആളാണ്. ഇങ്ങനെ കിടക്കുക കണ്ടില്ലേ, എന്ത് സുന്ദരമായിട്ടാണ്. കാട് തന്നെ, ചപ്പെല്ലാം ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടിയിട്ടേക്കും, അല്ലാതെ കത്തിച്ച് കളയത്തില്ല. ഇതിൻ്റെ വേറൊരു പോയിൻ്റാണ്, ഓലമടൽ വെച്ച് അതിർത്തിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടല്ലേ, നമ്മുടെ കേരള സ്റ്റൈലിലുള്ള രീതി. ഓലമടൽ വെച്ചാണ് അതിർത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ കടലിൻ്റെ തീരമായതുകൊണ്ട്, കടൽ മണ്ണായതുകൊണ്ട് ഒരു കാരണവശാലും വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ഇത് കണ്ടില്ലേ, ഇനി തിരിയുന്നതാണ് നല്ലൊരു ഭാഗം. മരങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ എന്നാ മുട്ട മരങ്ങളാണ്. എത്ര വർഷം മുമ്പിൽ വെച്ചിട്ടുണ്ടായാലും അങ്ങനെയൊക്കെ ആകുന്നത്. ഇത് ഭയങ്കര കാട്ടിലേക്ക് കയറുന്ന പോലത്തെ എക്സ്പീരിയൻസാണ്. തടിയും മരവും മാക്സിമം ഉപയോഗിച്ചാണ് ഇവിടുത്തെ എല്ലാ വർക്കുകളും ചെയ്തേക്കുന്നത്. ഈ കുറേ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തു. ഇതാണ് വില്ല 56. ഇതുണ്ട് അങ്ങോട്ടും വില്ല. ഞങ്ങൾ താമസിക്കുന്ന വില്ലയാണ്. ഔട്ട് ഓഫ് ഓഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഔട്ട് ഓഫ് ഓഷൻ എന്ന് പറഞ്ഞൊരു കടലിലേക്ക് ചേർന്നിരിക്കുന്ന ഒരു വില്ലയുണ്ട്. ഇതാണ് 56 എന്ന് പറയുന്നത്. ഇങ്ങനെ സൈഡിലേക്ക് കയറി വരും. ഇതല്ലേ വീണ്ടും 56 എന്ന് പറയുന്ന വില്ലയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം അവിടെ കടൽ പോലെ ഇതല്ലേ മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുക. ഒരു ചെടിയെപ്പോലും ഇവർ കട്ട് ചെയ്തില്ല. ഇതിൻ്റെ ഓണർക്ക് അത്രയ്ക്ക് നിർബന്ധമാണ് മരങ്ങളെ നശിപ്പിക്കരുതെന്നുള്ളത്. നമ്മുടെ വില്ലയിലെത്തി.